Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം മുഹമ്മദ്. I am a subject matter expert at Franklin's Lectures and നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കീം 2026ന്റെ ഭാഗമായിട്ട് PYQ ഡിസ്കഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്സിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലാണ്. സോ കീം നിങ്ങളുടെ +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ഇനി കീമിന്റെ കാലമാണ് അല്ലെ. സോ കീം നിങ്ങൾക്ക് 17th April തൊട്ട് 23 April ഇടയിലാണ് നടക്കാൻ പോകുന്നത്. സോ അതിന്റെ മുന്നായി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ വക നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് PYQ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ ആണ്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ലൈക്ക് നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. സോ അതിന്റെ അനുസരിച്ച് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the minimum value of the function f of x is equal to x to the power 4 minus 4x minus 5 is 5, comma x belongs to R is. എന്താണ് ഓപ്ഷൻ എ അതാണ് -7 ആണ്, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി ഇസ് 8 ആൻഡ് ഓപ്ഷൻ ഡി -8 ആൻഡ് ഓപ്ഷൻ ഇ 0. നമ്മുടെ കീമിന്റെ കേസിൽ എന്താണ് നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ വേറെ നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം നോക്കുമ്പോൾ അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളൂ നമുക്ക്. പക്ഷെ എന്താണ് നമുക്ക് നോക്കാം. സോ നമുക്ക് എന്താണ് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആണ് കാണുന്നത്. ഫംഗ്ഷൻ തന്നിക്കുന്നത് ഒരു പോളിനോമിയൽ ആണ്. സോ നമുക്ക് തന്നിക്കട ഫംഗ്ഷൻ എന്താണ്, സോ f of x is equal to, we have f of x is equal to എന്തായിരുന്നു x to the power 4 minus 4x minus 5 എന്നാണ്. such that x belongs to R. റിയൽ നമ്പർ ആണ്, റിയൽ നമ്പേഴ്സിന്റെ ഇതിലാണ് പെടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി f of x എന്നിട്ട് നമുക്ക് മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, അപ്പൊ f dash of x കണ്ടുപിടിക്കുന്നു and we equate it to 0 അല്ലെ. we find f dash of x and we equate it to 0. അപ്പൊ എന്താണോ x ന്റെ പോയിന്റ് കിട്ടുന്നത് അതിലായിരിക്കും എന്ത് നമുക്ക് മിനിമം വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. സോ f dash of x ഇവിടെ എന്ത് വരും, f dash of x is equal to ഡെറിവേറ്റീവ് ഓഫ് x to the power 4 എന്ന് പറയുമ്പോൾ 4x³ എന്നായിരിക്കും അല്ലെ. 4 into x to the power 4 minus 1 ആണ്. സോ 4 minus 1 3. സോ 4x³ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 4x എന്ന് പറയുന്നത് 4 ആണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് 5 എന്ന് പറയുന്നതോ 0. സോ -5 ആകുമ്പോൾ -0. സോ 4x³ മൈനസ് 4 എന്നാണ് എന്ത് നമുക്ക് f dash of x കിട്ടുക. ഇനി നമുക്ക് എന്താണ് ആ ഒരു f dash of x 0 ആവുന്ന പോയിന്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ f dash of x is equal to 0 എന്ന് സെറ്റ് ചെയ്യുക. സോ ദാറ്റ് ഗിവ്സ് ദാറ്റ് എന്താണ് 4x³ minus 4 is equal to 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താ 4 കോമൺ എടുക്കാം. സോ 4 കോമൺ എടുക്കുകയാണെങ്കിൽ 4 into x³ minus 1 is equal to 0 എന്ന് വരും. such that x³ is equal to x³ minus 1 equal to 0 or x³ is equal to 1. x³ is equal to 1. x³ is equal to 1 such that x³ 1 ആണെങ്കിൽ എന്തായിരിക്കും x നമുക്ക് 1 എന്ന് കിട്ടും അല്ലെ. x³ 1 ആണെങ്കിൽ x എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 1 എന്ന് കിട്ടും. ഓക്കെ, x എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. സോ f dash of x നമുക്ക് f dash of x is equal to 0 and x equal to 1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ഡബിൾ ഡെറിവേറ്റീവ് കിട്ടി, f double dash of x കണ്ടുപിടിക്കണം. സോ f double dash of x കണ്ടുപിടിക്കാം. സോ നൗ f double dash of x, ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് f of x എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ 4x³ d by dx of എന്താണ് 4x³ minus 4 എന്നാണ്. സോ 4x³ എന്തായിരിക്കും 4 into x³ x³ എന്തായിരിക്കും 3x², 3 into x to the power 3 minus 1. so 3x². so 4 into 3x² minus 0 എന്ന് വരും. so that is equal to 12x². okay, 12x². so നമ്മൾ f dash of x is equal to 0 സെറ്റ് ചെയ്ത് കണ്ട് x കണ്ടുപിടിച്ചു. അതാണ് എന്താ ക്രിട്ടിക്കൽ പോയിന്റ്. ആ ക്രിട്ടിക്കൽ പോയിന്റിൽ f double dash of x എന്താണ് വാല്യൂ എന്ന് നോക്കുക. ആ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഒരു എന്താണ് ആ ഒരു ആ പോയിന്റ്, ആ ഒരു f dash of x ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് ഒരു മിനിമം വാല്യൂ കിട്ടും എന്നുള്ളതാണ്. സോ f dash of x is equal to 12x² എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ x equal to 1 ആണ്. സോ ആ ഒരു വാല്യൂവിൽ എന്താണ് f double dash of x ആണെന്ന് നോക്കണം. സോറി, f double dash of 1 അപ്പൊ എന്ത് വരും. സോ f double dash of 1 is equal to എന്താ 12 into 1² which is equal to 12. എന്താണ് അപ്പൊ എന്താ ഉദ്ദേശിക്കണേ, f double dash of 1 is positive. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ അത് ഒരു മിനിമം വാല്യൂ ആണ്. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ അതൊരു മിനിമം വാല്യൂ ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ അതൊരു മാക്സിമം വാല്യൂ ആണ്. സോ therefore we can say f dash of x അല്ലെങ്കിൽ f of x അത് അതിന്റെ മിനിമം വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ f of x has a minimum value
മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു മിനിമം വാല്യൂല് എക്സിന്റെ വാല്യൂ എത്രയാണ് നമ്മൾ നോക്കേണ്ടത്. സോ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ? എക്സ് ടു ദ പവർ 4. അപ്പോൾ 1 ടു ദ പവർ 4 മൈനസ് എന്തായിരുന്നു? 4 ടു ദ പവർ 4x ആണ്. അപ്പോൾ 4 ഇൻറ്റു -1 മൈനസ് 5 എന്നാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 minus 4 minus 5 എന്ന് വരും. സോ 1 minus 9 which is equal to -8 എന്ന് കിട്ടും. ഓക്കെ, സോ -8 എന്ന് കിട്ടും ആൻഡ് ദാറ്റ് വിൽ ബി അവർ ആൻസർ. സോ എന്താണ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എത്രയാണ്? നമുക്ക് -8. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഞാനൊന്നും കൂടി പറയാം. നമുക്ക് എന്താണ്? നമുക്ക് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടിയെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എന്താണ്? 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. സോ അവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 കിട്ടുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? അത് എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ എന്താണ്? ഡബിൾ ഡെറിവേറ്റീവ് എന്താണ് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണോ നമുക്ക് കിട്ടിയത് അവിടെ എഫ് ഡബിൾ ഡാഷിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ അതൊരു മിനിമം വാല്യൂ ഉണ്ട്. സോ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എഫ് ഓഫ് എക്സിന് ഒരു മിനിമം വാല്യൂ ഉണ്ട് എന്നാണ്. സോ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് 1 ആണ് കിട്ടിയത്. ആൻഡ് ആ പോയിന്റിൽ എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 പോസിറ്റീവ് ആയിരുന്നു. സോ എഫ് ഓഫ് എക്സ് ആസ് എ മിനിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ ദെയർഫോർ എഫ് ഓഫ് 1 എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ആ ഒരു എന്താണ് മിനിമം, അതായിരിക്കും അതിന്റെ മിനിമം വാല്യൂ. സോ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സിന് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഒരു മിനിമം വാല്യൂ ഉണ്ടെന്ന് വെച്ചു. അത് ഏത് വാല്യൂ ആണെന്നുള്ളത് നമ്മൾ ചോദിച്ചത്. സോ എഫ് ഓഫ് 1 നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് 1 is equal to -850. So we get option D. Clear അല്ലേ? Now let's move on to the next question. Ice is coated uniformly around a sphere of radius 15 centimeter. If ice is melting at the rate of 18 centimeter cube per minute, when the thickness is 5 centimeter, then the rate of change of thickness എത്രയാണെന്ന് ചോദിക്കുന്നത്. A is 1/10 pi centimeter per minute, B 1/50 pi centimeter per minute, option C is 1/80 pi centimeter per minute, option D 1/40 pi centimeter per minute, and option E is 1/20 pi centimeter per minute. അപ്പൊ നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഐസ് ഈസ് കോട്ടഡ് യൂണിഫോംലി അറൌണ്ട് സ്ഫിയർ. ഒരു സ്ഫിയർ ഉണ്ട്, അതിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. ആൻഡ് അതിന്റെ എന്താണ് യൂണിഫോംലി നമ്മൾ ഐസ് കോട്ട് ചെയ്യാണ്. ആൻഡ് ഈ ഐസ് എന്താണ്? ഇറ്റ് ഈസ് മെൽറ്റിംഗ് അറ്റ് റേറ്റ് ഓഫ് 80 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. അപ്പൊ എന്താണ്? അവിടെ വോളിയം ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം മെൽറ്റ് ആവുന്നത് അല്ലെ. അപ്പൊ dV/dt ആണ് എന്ത് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് മെൽറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിക്രീസ് ആണ് വരുന്നത്. സോ dV/dt തന്നിട്ട് ദാറ്റ് ഈസ് 80 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ആൻഡ് അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? അത് മെൽറ്റ് ചെയ്യാണ്, അവിടെ വോളിയം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എന്താണ്? dV/dt നെഗറ്റീവ് ആണ്. ദെൻ ഇനി എന്താണ്? ഐസ് മെൽറ്റ് ചെയ്യുന്ന റേറ്റ് 80 സെന്റിമീറ്റർ പെർ ക്യൂബ് ആണ്. വെൻ ദ തിക്നെസ് ഇസ് 5 സെന്റിമീറ്റർ. അപ്പം ഐസിന്റെ തിക്നെസ് 5 സെന്റിമീറ്റർ ആകുമ്പോൾ അതിന്റെ റേറ്റ് ഓഫ് മെൽറ്റിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തിക്നെസ്, അപ്പം എന്താണ്? തിക്നെസിന്റെ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം തിക്നെസിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. dt/dt അല്ലെ. ടി ആണ് ക്യാപിറ്റൽ ടി ആയിട്ട് തിക്നെസ് എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? ഐസ് ഈസ് കോട്ടഡ് യൂണിഫോംലി അറൌണ്ട് സ്ഫിയർ ഓഫ് റേഡിയസ് 15 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ ഐസ് ഈസ് മെൽറ്റിംഗ് അറ്റ് റേറ്റ് ഓഫ് 80 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വോളിയം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? -18 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആയിരിക്കും. ഓക്കെ, സോ dV/dt here dV/dt എന്ന് പറയുന്നത് എന്താണ്? -80 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. അപ്പം 80 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്താണ്? ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷെ അത് മെൽറ്റ് ചെയ്യുമ്പോൾ അവിടെ വോളിയം കുറയാണ്. ദാറ്റ്സ് വൈ വി ഹാവ് എ നെഗറ്റീവ് സൈൻ എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി വോളിയം എന്തായിരിക്കും? ഇവിടെ ഇതൊരു സ്ഫിയർ ആണ്, അതിനൊരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ട്. സോ എന്താണ്? അതിന്റെ ടോട്ടൽ റേഡിയസ് പറഞ്ഞാൽ ആ സ്ഫിയറിന്റെ റേഡിയസ്
പ്ലസ് എന്താണ് എത്രയാണോ ഐസിന്റെ തിക്നെസ് അതായിരിക്കും അതിന്റെ വോളിയം. സോ വി ഈസ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും നമുക്കറിയാം വോളിയം ഓഫ് എ സ്ഫിയർ എന്നാണ് ഇപ്പൊ റേഡിയസ് 6 ആണെങ്കിൽ വോളിയം ഓഫ് സ്ഫിയർ എന്നാൽ 4/3 πr³ ആണ്. പക്ഷെ ഇവിടെ എന്താണ് റേഡിയസ് എന്ന് പറയുന്നത് ആ റേഡിയസും ആ സ്ഫിയറിന്റെ റേഡിയസ് പ്ലസ് ഐസിന്റെ തിക്നെസ് എന്നാണ്. സോ ഇവിടെ എന്താ വരിക വോളിയം ഇസ് ഈക്വൽ ടു 4/3 പൈ എന്താണ് റേഡിയസ് ഓഫ് ദ സ്ഫിയർ പ്ലസ് ദ തിക്നെസ് ഓഫ് ദി ഐസ്. സോ r പ്ലസ് ടി ക്യൂബ് 4/3 പൈ r പ്ലസ് ടി ദ ഹോൾ ക്യൂബ് എന്നാണ് വരിക. അപ്പൊ നമ്മൾ എന്താണ് ഡി വി ബൈ ഡി ടി ഇതെന്ന് കണ്ടുപിടിക്കുക. സോ ഇതിന്റെ എന്താണ് ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ ഡി വി ബൈ ഡി ടി ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നോക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും 4/3 ഇൻറ്റു 4/3 ഇൻറ്റു പൈ 4/3 ഇൻറ്റു പൈ ആൻഡ് ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. എന്താണ് നമുക്കറിയാം എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ് 3x² എന്നാണ്. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും 3 ഇൻറ്റു ആർ പ്ലസ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ ഇനി ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടൈം ചേഞ്ച് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്താ തിക്നെസ് ആണ്. നമുക്ക് എന്താണ് ഇവിടെ വേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തിക്നെസ് ആണ് വേണ്ടത്. ഓക്കെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തിക്നെസ് ആണ് വേണ്ടത്. സോ അതിനെ റെസ്പെക്ട് ചെയ്ത് കണ്ടാണ് ഇതിന്റെ ഉള്ളിൽ ടീന്റെ റെസ്പെക്ട് ചെയ്ത് കണ്ടാണ് ഇവിടെ ചേഞ്ച് ചെയ്യുക. സോ ഡി ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് വരും. ഓക്കെ തിക്നെസ് അപ്പൊ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തിക്നെസ് ആണ് അവിടെ എന്താണ് അവിടുത്തെ ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് നമുക്ക് അറിയുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി എന്താണ് ഡി വി ബൈ ഡി ടി -80 ആണെന്ന് പറഞ്ഞു. ദെൻ 4/3 അല്ലെങ്കിൽ ഈ ഒരു 3യും ഈ ഒരു 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ നമുക്ക്. സോ ഇവിടെ എന്ത് വരും 4 ഇൻറ്റു പൈ ഇൻറ്റു എന്താണ് ആർ എന്താണ് നമുക്ക് റേഡിയസ് എന്താണ് തന്നിരിക്കുന്നത് റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. നമുക്കത് ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. ആർ ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. പിന്നെ തിക്നെസ് എത്രയാണ് പറയുന്നത് തിക്നെസ് 5 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നത്. ഓക്കെ തിക്നെസ് ടി ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആണെന്നും പറയുന്നത്. സോറി ആർ ഇസ് ഈക്വൽ ടു 15ഉം തിക്നെസ് 5 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. സോ തിക്നെസ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്ററും എന്ന് പറയുന്നുണ്ട്. സോ r is equal to 15 plus t is equal to 5 അതിന്റെ സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി ക്യാപിറ്റൽ ടി ബൈ ഡി ടി അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ ടി എന്നും പറയാം അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് തിക്നെസ് എന്നും പറയാൻ പറ്റും. ഇനി എന്താണ് സോ -80 പൈ ഡിവൈഡഡ് ബൈ 4 പൈ ഇൻറ്റു 15 പ്ലസ് 5 എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് കിട്ടുക 15 പ്ലസ് 5 20 ആണ് ആൻഡ് 20 സ്ക്വയർ. ഓക്കെ ഇൻറ്റു ഡി ടി ബൈ ഡി ടി. അപ്പൊ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് തിക്നെസ് ആണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഗിവ്സ് എന്താണ് ഡി ബൈ ഡി ടി ഓഫ് തിക്നെസ് ഇസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് -80 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും 4 പൈ ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 അല്ലെ 400. സോ ഇവിടെ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും നമുക്കറിയാം ഇവിടെ എന്താണ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും അല്ലെ കാരണം 40 ഡിവൈഡ് ബൈ 80 400 ഡിവൈഡ് ബൈ 80 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ ഇവിടെ 5 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും -1 ഡിവൈഡഡ് ബൈ 20 പൈ എന്ന് വരും. സോ എന്താണ് ഡി ബൈ ഡി ടി ഓഫ് തിക്നെസ് എന്ന് പറഞ്ഞാൽ -1/20 പൈ എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. വിച്ച് ഏതാണ് ഓപ്ഷൻ ഇസ് അത് റേഞ്ച് ഓഫ് തിക്നെസ് നമ്മൾ മൈനസ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അവിടെ നമ്മൾ ആ മൈനസ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് തിക്നെസ് കുറയാണ് എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ അത് ഇതിലില്ലെങ്കിലും ലൈക്ക് ഓപ്ഷൻസിൽ ആ ഒരു നെഗറ്റീവ് സൈൻ ഇല്ലെങ്കിലും എന്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി ഞങ്ങൾ നെഗറ്റീവ് സൈൻ അവിടെ ഇടുന്നത്. ഓക്കെ നമ്മൾ തിക്നെസ് കുറയുമ്പോൾ മൈനസ് ആണ് അവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കാനാണ്. സോ എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ടി ബൈ ഡി ടി 1/20 പൈ സെന്റിമീറ്റർ പെർ മിനിറ്റ് എന്നാണ്. ഓക്കെ സോ തിക്നെസ് ഡിക്രീസ് ചെയ്യുന്നത് 1/20 പൈ സെന്റിമീറ്റർ പെർ മിനിറ്റ് എന്ന റേറ്റിലാണ്. സോ സെന്റിമീറ്റർ per minute എന്നാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ ഓപ്ഷൻ ഇ. ഓക്കെ ക്ലിയർ അല്ലേ. ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്നത് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നതിന്റെ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് 80 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ആൻഡ് അപ്പോൾ വോളിയം എന്തായിരിക്കും ഈ ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് പ്ലസ് എത്രയാണോ അതിന്റെ തിക്നെസ് അതിനെ വെച്ച് കണ്ടാണ് നിൽക്കുക. സോ എന്താ ഒരു സ്ഫിയറിന്റെ റേഡിയസ് 6 ആണെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും 4/3 πr³ എന്നായിരിക്കും. ഇവിടെ
ഇതിന്റെ ടോട്ടൽ റേഡിയസ് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ പ്ലസ് തിക്നെസ് ഓഫ് ദ ഐസ് ആണ്. സോ ആർ പ്ലസ് ടി എന്ന് വരും ഇവിടുത്തെ റേഡിയസ്. സോ 4/3 ആർ പ്ലസ് ടി ദ ഹോൾ ക്യൂബ് എന്ന് വരും. ആൻഡ് അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കും. അപ്പൊ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം എടുക്കും. സോ ഇവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി ആർ അല്ല ടി ആണ്. സോ 4/3 3 into r plus t square and into dt by dt. ഈ dt by dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഡബിൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. d by dt ഓഫ് തിക്നെസ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് വി ഗോട്ട് ഇറ്റ് ആസ് -1/25 centimeter per minute എന്ന് കിട്ടി. ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫംഗ്ഷൻ f of x is equal to 6x to the power 4 minus 3x square minus 5 is increasing in the set. Okay, 5 options ആണുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? -∞, -1/2 യൂണിയൻ 1/2, 1 എന്ന് പറഞ്ഞു. ബി ഓപ്ഷൻ -1/2 0 യൂണിയൻ 1/2 ഇൻഫിനിറ്റി. തേർഡ് ഓപ്ഷൻ -1/2 to 1/2. ദെൻ ഓപ്ഷൻ ഡി is -∞, എന്താണ് 1/2, ആൻഡ് ഓപ്ഷൻ ഇ is -∞, -1/2 യൂണിയൻ 1/2 ഇൻഫിനിറ്റി എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ 5 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഏത് ഇന്റർവെല്ലിലാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഫംഗ്ഷൻ എന്തായിരുന്നു? ഫംഗ്ഷൻ is f of x is equal to 6x to the power 4 minus 3x square minus 5 എന്നാണ്. അപ്പോൾ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നമ്മൾ എങ്ങനെ നോക്കുക? ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് തന്നിട്ട് അപ്പൊ അതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടെടുക്കുക. ഇൻക്രീസിംഗ് ആണെങ്കിൽ ഈ തന്ന എഫ് ഡാഷ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എക്സ് ഏത് പോയിന്റിലാണ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും ഇവിടെ? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 into 6 into അല്ലെങ്കിൽ 6 അവിടെ കോൺസ്റ്റന്റ് ആണ്. 6 into x to the power 4 4x cube എന്ന് വരും. അതേപോലെ 3 യുടെ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന് എന്താണ് 2x എന്ന് വരും. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 5 ആണെങ്കിൽ 0 ആണ്. സോ അതില്ല. സോ ദിസ് വിൽ become എന്താണ് 24x cube മൈനസ് 6x എന്ന് വരും. ഓക്കെ, 24x cube മൈനസ് 6x എന്ന് വരും. ഇത് ഇവിടെ എന്താണ് ഇൻക്രീസിംഗ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സിൻസ് f of x is increasing, and നമുക്ക് പറയാൻ പറ്റുക f dash of x should be greater than or equal to 0. So that gives f dash of x എത്ര നമുക്ക് f dash of x is equal to 24x cube minus 6 എന്നാണ് കിട്ടിയത്. 6x എന്നാണ് കിട്ടിയത്, which will be greater than or equal to 0. That would give ഇവിടെ നിന്ന് നമുക്ക് 6x നമുക്ക് കോമൺ എടുത്തൂടെ? 6x രണ്ട് സ്ഥലത്തും കോമൺ ഉണ്ട്. സോ 6x പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ബാക്കി 4x square minus x -1 എന്ന് വരും, which is greater than or equal to 0. അപ്പൊ എന്ത് വരും? This can be written as എന്താണ് 6 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. സോ x into എന്താ 4x square minus 1 എന്ന് പറയും. 4x square നമുക്ക് 2x minus 1 എന്ന് എഴുതി കൂടെ അല്ലെ? ഇതിനെ 4x square ഇവിടെ 4x square minus 1 can be written as എന്താണ് 2x the whole square minus 1 square, which can be written as, so നമുക്കറിയാം a square minus b square എന്ന് പറഞ്ഞാൽ a plus b into a minus b ആണ്. So this would become 2x plus 1 into 2x minus 1 എന്നാണ്. So ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2x plus 1, 4x square minus 1 can be written as 2x plus 1 into 2x minus 1. So that is greater than 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x എങ്ങനെ x എവിടേക്കാണ് ഇതാകുന്നത്? എക്സ് 2x minus 1 greater than 0 ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? 2x minus 1 greater than 0 ഉദ്ദേശിക്കുമ്പോൾ 2x minus 1 greater than 0 is equal to എന്താണ് ഉദ്ദേശിക്കുന്നത്? x is greater than 1/2 എന്നാണ്. അപ്പൊ x greater than 1/2 ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ 2x minus 1 greater than 2x plus 1 greater than 0 പറയുമ്പോൾ എന്താണ്? x is greater than or equal to -1/2 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ x 1/2 പിന്നെ x equal to 0 എന്ന് പറഞ്ഞു. അപ്പം x equal to 0, x greater than or equal to 0, x is greater than or equal to -1/2 and x is greater than or equal to 1/2 എന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇന്റർവെൽ എങ്ങനെ വരും? ഇതിന്റെ ഇന്റർവെൽ വരിക x belongs to നമുക്ക് പറയാൻ പറ്റും greater than -1/2. സോ -1/2 എന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ up to 0. ഓക്കെ, up to 0. പിന്നെ യൂണിയൻ എവിടെയാണ്?
എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 പിന്നെ 1/2 എന്ന് പറയുന്നത്. സോ 1/2 പിന്നെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എന്ന് പറയുന്നത്. 1/2 പിന്നെ അവിടെ എത്രയാണ് നമ്മൾ ഇത് പറയുന്നില്ല, എന്ത് എൻഡിങ് എവിടെയെന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇൻഫിനിറ്റി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്സ് പറഞ്ഞാൽ 1/2 -1/2 1/2 0 എന്നാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കൊണ്ടാണ് ഇത് എഴുതിയത്. ക്ലിയർ അല്ലേ? സോ ഇതിൽ ഏത് ഓപ്ഷൻ വരിക? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ, -1/2, 0 യൂണിയൻ 1/2, ഇൻഫിനിറ്റി എന്നാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. സോറി, ഓപ്ഷൻ ബി എന്നാണ് അല്ലെ. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ഇൻക്രീസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്, ഇഫ് f of x is increasing then f dash of x is greater than or equal to 0. അപ്പോൾ f dash of x is equal to greater than 0, x എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ we can get the interval. Okay, next move on to the next question. The maximum value of y is equal to 12 minus x mod of x minus 12 in the range minus x less than or equal to x less than or equal to 11, sorry, minus 11 less than or equal to x less than or equal to 11 is option A 12, option B 11, option C 10 and option D 9 and option E 35 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ y is equal to തന്നിരിക്കുന്നത് എന്താണ്, 12 minus mod of x minus 12 ആണ്. അപ്പൊ മാക്സിമം വാല്യൂ നമുക്കറിയാം എന്താണ്, ഒന്നെങ്കിൽ -11 അല്ലെങ്കിൽ 11. അപ്പൊ അവിടെ എന്താണ് വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ആ ഒരു റേഞ്ചിൽ തരികയാണെങ്കിൽ ഒന്നെങ്കിൽ എക്സ്ട്രീംസിൽ മാത്രമേ എന്താ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ എക്സ്ട്രീംസിൽ മാത്രമേ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, അറ്റ് x equal to 11 -11 എന്താണ് നോക്കാം. x is equal to -11, x -11 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y is equal to എന്താ 12 minus എന്താണ് മോഡ് ഓഫ് എന്താണ് x11 എന്ന് പറയുമ്പോൾ x ലെസ് ദാൻ 0 ആണ്. സോ x ലെസ് ദാൻ 0 ആണെങ്കിൽ x എന്തായിരിക്കും, മോഡ് എക്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും, -11 എന്നായിരിക്കും, -12 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 12 മൈനസ് മോഡിൽ എന്ത് വരും, മോഡിൽ -23 എന്ന് വരും. പക്ഷെ എന്താണ് മോഡിന്റെ ഉള്ളിലാണ് വിചാരിച്ചാൽ എന്താണ് നമുക്ക് പോസിറ്റീവ് എടുക്കുക. അപ്പം 12 - 23 എടുക്കും. 12 - 23 is equal to -11 എന്ന് വരും. ഇനി at x equal to 11 at x equal to 11 y is equal to എന്ത് വരും, 12 minus 11 minus 12 mod of 11 minus 12 which is equal to 12 minus mod of 1 which is equal to 12 minus mod of -1 which is equal to 12 minus 1 അല്ലെങ്കിൽ എന്താണ് 11 എന്നാണ് വരുന്നത്. അപ്പൊ ഇതിലെ മാക്സിമം വാല്യൂ ഏതാണ്, -11 ആണോ 11 ആണോ 11 ആണ്. അപ്പൊ എന്താണ് at x equal to 1 ആണ് എന്ത് മാക്സിമം വാല്യൂ വരുന്നത്. എന്ത് മാക്സിമം വാല്യൂ is 11. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും hence the maximum value of f of x is എത്രയാണ്, 11 ആണ്. ഓക്കെ, അപ്പൊ 11 എത്രയാണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി is correct. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്, മാക്സിമം വാല്യൂ ആണ് ചോദിച്ചത്. അപ്പൊ എന്താണ് y ഈക്വൽ എക്സ്ട്രീംസിനെ നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾക്ക് എക്സ്ട്രീം എന്താണ് റേഞ്ച് നിൽക്കുന്നത് -11 to 11 എന്നാണ്. സോ -11 എന്താണ് നമ്മൾ ഫംഗ്ഷന്റെ വാല്യൂ എന്തൊരും y-ന്റെ വാല്യൂ നോക്കും, അതേപോലെ 11 നോക്കും. അതിൽ ഏതാണോ ഹയസ്റ്റ് നമ്പർ കിട്ടുന്നത് അതാണ് അവിടുത്തെ മാക്സിമം വാല്യൂ. സോ ഇവിടെ നമുക്ക് at x equal to 11 y is equal to 11 എന്നാണ് കിട്ടിയത്. സോ അതാണ് ഇവിടുത്തെ എന്താണ് മാക്സിമം വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർ ഈസ് ബ്ലോൺ ഇൻ ടു എ സ്പെറിക്കൽ ബലൂൺ if its diameter d is increasing at the rate of 3 cm per minute, then the rate at which volume of the balloon is increasing when d is equal to 10 cm ആണ് വെച്ചത്. സോ റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ എയർ ഈസ് ബ്ലോൺ ഇൻ ടു എ സ്പെറിക്കൽ ബലൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ഡയാമീറ്റർ d is increasing at the rate of 3 cm per minute. അപ്പൊ എന്താണ് ഡയാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം അവിടെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഡയാമീറ്റർ നമുക്ക് റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. നമുക്ക് റേഡിയസിന്റെ ബേസിസിലാണ് നമുക്ക് എന്താണ് ഇക്വേഷൻസ് വരിക, വോളിയം ഒക്കെ വരിക. അപ്പൊ നമ്മൾ ചോദിച്ചെന്താണ് റേറ്റ് അറ്റ് വിച്ച് വോളിയം ഓഫ് ദ ബലൂൺ ഈസ് ഇൻക്രീസിങ്. അപ്പം എന്താണ് ഡയാമീറ്റർ ഇത്ര സമയം കൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് 3 cm per minute ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വോളിയം എത്ര, റേറ്റ് അറ്റ് വിച്ച് വോളിയം ഇൻക്രീസിംഗ് ആണെന്ന് ചോദിച്ചത്. വെൻ ഡയമീറ്റർ ഇസ് 10 cm എന്നാണ് പറഞ്ഞത്. അതിൽ ഓപ്ഷൻസ് ആയിരുന്നത് 125 cm³ per minute, 155 cm³ per minute, 100 cm³ per minute, 185 cm³ per minute and 210 cm³ per minute ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. സോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്,
the diameter is എന്താണ് increasing at the rate of 3 centimeter per minute എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ diameter is increasing at the rate of 3 centimeter per minute എന്നാണ് കിട്ടിയത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്താണ്, ലെറ്റ്സ് കൺസിഡർ ഇതിന്റെ റേഡിയസ് എന്ന് കൺസിഡർ നമുക്ക് R ആയിട്ട് കൺസിഡർ ചെയ്യാം, ആൻഡ് ഇതിന്റെ വോളിയം W ആയിട്ട് കൺസിഡർ ചെയ്യാം, V ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ let R be the radius and V be the volume. Okay, let R be the radius and V the volume. Then അങ്ങനെയാണെങ്കിൽ എന്താണ്, since it is a sphere, V is equal to എന്ത് വരും, volume is equal to 4/3 pi r cube എന്ന് വരും അല്ലെ, 4/3 pi r cube എന്ന് വരും. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയാമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് diameter with respect to time. Okay, time ആണ് തന്നിരിക്കുന്നത്. with respect to time is എന്തായിരിക്കും, എന്താ തന്നിരിക്കുന്നത്, 3 centimeter per minute എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 3 centimeter per minute ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയാമീറ്റർ തന്നിരിക്കുന്നത്. നൗ നമുക്ക് എന്താണ് കണ്ടിരിക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് വേണ്ടത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം dV/dt എന്ന് പറയുന്നത് എന്തായിരിക്കും, 4/3 into pi into r cube എന്ന് പറയുമ്പോൾ r square എന്താണ് 3r square എന്ന് വരും അല്ലെ, 3r square എന്ന് വരും. ആൻഡ് എന്താണ് ഇവിടെ dr/dt എന്ന് വരും, ശരിയല്ലേ, dr/dt എന്ന് വരും. സോ dV/dt is equal to ഇവിടെ എന്താ 4/3 ഈ 3യും ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ് 4 pi, ആറിന്റെ വാല്യൂ എത്രയാണ്, ഡയാമീറ്റർ 10 എന്ന്. സോ റേഡിയസ് ആ ഒരു കേസിൽ എന്തായിരിക്കും, 5 ആയിരിക്കും. സോ 4 pi എന്താണ് 5 സ്ക്വയർ ഇൻറ്റു dr/dt. അപ്പോൾ ഡയാമീറ്ററിന്റെ എന്താണ്, ഡയാമീറ്ററിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് 3 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസിന്റെ എന്താണ് അതിന്റെ ഹാഫ് ആയിരിക്കും. സോ 3/2 എന്ന് എഴുതാൻ പറ്റും. dr/dt ഇവിടെ എന്ത് വരും, 3/2 എന്ന് വരും. ഓക്കെ, സിൻസ് എന്താണ് d is equal to 10 and double derivative of d is equal to 3 centimeter per minute. അപ്പം എന്താണ് d 10 ആണെങ്കിൽ അതിന്റെ പകുതിയൊക്കെയാണ് റേഡിയസ് വരിക. സോ r is equal to 5, സോ 5 സ്ക്വയർ എന്ന് വരും. പിന്നെ dd/dt എന്താണ് 3 centimeter per minute ആണെങ്കിൽ dr/dt അതിന്റെ ഹാഫ് ആയിരിക്കും. സോ 3/2 എന്ന് വരും. സോ ദിസ് is equal to എന്ത് വരും, dV/dt is equal to 4 pi into 5 square എന്ന് പറഞ്ഞാൽ 25 into 3/2 എന്ന് വരും അല്ലെ, 25 into 3/2 എന്ന് വരും. സോ ഇവിടെ എന്ത് വരും, എന്നിട്ട് ഇവിടെ 2 ഈ 2 ക്യാൻസൽ ചെയ്യാം, അവിടുന്ന് 2 കൺസിഡർ ചെയ്യും. സോ 25 into 3 75 into 2 150 എന്നാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടുക 155 എന്തായിരിക്കും സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? സോ ദ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 150 pi. So therefore option B is the correct answer. Okay, let's move on to the next question. ഇവിടെ നമ്മൾ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതിന് റെസ്പെക്ട് ചെയ്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ f is given by f dash of x is equal to x minus 5 divided by square root of x square plus 4. Then the interval in which the f function is increasing എന്നാണ് ചോദിച്ചത്. ഇന്റർവെൽസ് തന്നിരിക്കുന്നത് 5 infinity 0 infinity minus 4 infinity minus infinity minus 4 and minus infinity 5 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇൻക്രീസിങ് ഏത് ഒരു ഇന്റർവെല്ലാണെന്ന് ചോദിക്കുന്നത്. ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണ് f dash of x is greater than or equal to 0 ആണ്. സോ f dash of x is equal to greater than 0 ഏത് പോയിന്റിലാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ f dash of x ആണല്ലേ, f dash of x ആണ് ഓൾറെഡി തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. f dash of x തന്നിട്ടുണ്ടെങ്കിൽ f dash of x is equal to 0 എന്ന് ഇതാക്കി കണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് ബേസ് കണ്ടാണ് നമ്മൾ ഇന്റർവെൽ കണ്ടുപിടിക്കാം. ഓക്കെ, സോ f dash of x given f dash of x is equal to എന്താണ് x plus 5 x minus 5 ആണ്.
x minus 5 divided by square root of x square plus 4 എന്നാണ്. Such that x square plus 4 എന്നാണ്. ഇനി critical point determine. So critical point can be determined. നമുക്ക് പറയാൻ പറ്റും can be determined by putting f dash of x is equal to 0. f dash of x is equal to 0 ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? That gives x minus 5 divided by square root of x square plus 4 is equal to 0 എന്നാണ്. x minus 5 divided by square root of x square plus 4 0 എന്ന് പറയുമ്പോൾ എന്താണ്? x can be x equal to 5 എന്നാണ് കിട്ടുക അല്ലേ? x equal to 5 എന്നാണ് കിട്ടുക. ഓക്കെ, കാരണം ഇത് ഇങ്ങോട്ട് പോകും ആൻഡ് പിന്നെ x minus 5 is equal to 0 വരും, which is x is equal to 5. അപ്പോൾ x equal to 5 എന്നാണെങ്കിൽ നമ്മൾ എന്താണ് നമ്പർ ലൈൻ വരക്കുന്നു. നമ്പർ ലൈൻ വരച്ചിട്ട് എന്താണ് 5. നമ്മൾ 5ന്റെ താഴെ ഒരു നമ്പറിൽ f dash of x ന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 5ന്റെ താഴെ നമ്പർ ആണെങ്കിൽ സി 4 ആയിരിക്കും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഇത് വരിക? നെഗറ്റീവ് അല്ലേ വരിക, കാരണം 4 - 1. ഇവിടെ എന്തായിക്കോട്ടെ, ഇവിടെ എന്താണ് നെഗറ്റീവ് വരിക, കാരണം 4 എടുക്കുകയാണെങ്കിൽ 4 - 5 - 1 വരിക. അപ്പം എന്താണ് എക്സിന്റെ താഴെയുള്ള 5ന്റെ താഴെയുള്ള വാല്യൂസ് എടുക്കുമ്പോൾ എന്താണ് f dash of x less than 0 ആണ്. ഓക്കെ, at x less than 5 f dash of x is less than 0. ഇനി 5ന്റെ മേലുള്ള വാല്യൂ 6 എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ് വരിക. സോ അറ്റ് x greater than 5 എന്തായിരിക്കും? f dash of x is greater than 0. അപ്പോൾ f dash of x greater than 0 ആണ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. That is at x greater than 5. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? f is increasing at 5 to infinity. 5 ഇതാണ് ഇന്റർവെൽ വരിക. ഹെൻസ് നമുക്ക് പറയാൻ പറ്റും hence the function is increasing at ഏതാണ് നമ്മൾ പറഞ്ഞു x less than 5 f dash of x less than 0 ആണ്, പക്ഷേ x greater than 5 f dash of x greater than 0 ആണ്. സോ 5 തൊട്ടാണ് കൊണ്ടാക്കുക. ഓപ്പൺ ഇന്റർവെൽ 5, ഇൻഫിനിറ്റി എന്ന് വരും. ഓക്കെ, സോ അതെവിടെ നമുക്ക് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, therefore option A is correct. Okay, next question. A cube is expanding in such a way that its edge is increasing at a rate of 2 inches per second എന്നാണ്. If its edges is 5 inches long, then the rate of change of its volume എന്നാണ് ചോദിച്ചത്. സോ ഒരു ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് such that it is increasing at a rate, അതിന്റെ എഡ്ജ് സൈഡ്. സോ സൈഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻക്രീസ് ചെയ്യുന്നത് 2 inches per second ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ആണ് ഇഞ്ചസ് എങ്കിൽ dx/dt ആണ് 2 inches per second എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് കാണുന്നത് വെൻ ദ എഡ്ജസ് അല്ലെങ്കിൽ സൈഡ് എഡ്ജ് 5 inches ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ലെറ്റ് ദ edge of the cube be x inches. Okay, അപ്പം ഈ ക്യൂബിന്റെ എഡ്ജ് x ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിക്കണെന്ന് പറഞ്ഞാൽ എന്താണ് dx/dt is equal to 2 inches per second ആണ്. അപ്പോൾ പെർ സെക്കൻഡിൽ 2 inches അവിടെ കൂടുന്നുണ്ടാണ് പറയുന്നത്. ഓക്കെ, സോ അവിടെ ഇനി നമുക്ക് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ആണ് കണ്ടിരിക്കുന്നത്. സോ വോളിയം ഓഫ് ദ ക്യൂബ് എന്താണ്? വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. ദെൻ എന്താണ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ നമുക്ക് കിട്ടും വോളിയം ഓഫ് ക്യൂബ് dv/dt എന്ന് പറയുന്നത് is equal to എന്ത് വരും? 3x² into dx/dt എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സ് എന്താണ് തന്നിക്കണത് at x equal to 5 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം dv/dt അല്ലെങ്കിൽ therefore dv/dt at x equal to 5 എന്ന് പറയുന്നത്
എന്തായിരിക്കും 3 into 5 square into dx by dt 2 എന്നാണ്. So this is equal to 3 into 25 into 2, that is equal to 25 into 6, which is equal to എന്താ വരിക 150 inches cube per second എന്ന് വരും. Okay, 150 inches cube per second എന്നാണ് വരിക. So hence we can say, hence the rate of change of volume is equal to is 150 inches cube per second എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമുക്ക് ഓപ്ഷൻ കിട്ടുക? ഓപ്ഷൻ എസ് എ. അപ്പം ഓപ്ഷൻ എ is correct. Therefore option okay. So next question, the maximum value of the function 2x square minus 15x square 2x cube minus 15x square plus 36x plus 4 is attained at എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് എന്നത് നിൽക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് 2x square minus 15x square plus 36x plus 4 എന്നാണ്. ഇനി ഫസ്റ്റ് എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് എഫ് ഓഫ് എക്സിൽ 0 വരുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആൻഡ് ആ ഒരു ഇതിൽ ആ ഓരോ ക്രിട്ടിക്കൽ പോയിന്റിലും എഫ് ഓഫ് എഫിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ലോക്കൽ മാക്സിമം എവിടെയാണുള്ളത്? ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് എത്ര വരും? f dash of x is equal to 2 into x cube into the 3x square minus 15 into x square into the 2x plus 36x into 36 എന്ന് വരും. So this is equal to 6x square minus 30x plus 36 എന്ന് വരും. Okay, and f double dash of x f double dash of x എന്ന് വരും 12x അല്ലെ, 6 into 2x and 12x minus 30 എന്ന് വരും. Okay, ഇനി at the point of local maxima അല്ലെങ്കിൽ local minima നമുക്ക് എന്താണ് f dash of x is equal to 0 എന്നാണ്. അപ്പം at the point of local maximum or minimum എന്താണ് we have f dash of x equal to 0. That will give എന്തായിരുന്നു f dash of x എന്താ നമുക്ക് കിട്ടിയത് 6x square minus 30x plus 36 അല്ലേ. അപ്പം that gives 6x square minus 30x plus 36 is equal to 0. That will give, ഇതിനെ നമുക്ക് 6 കോമൺ എടുക്കാം ഇവിടെ. So x square minus 5x plus 6 എന്ന് കിട്ടും, which is equal to 0. So that will give, ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x square അല്ലെങ്കിൽ x square minus 2x minus 3x plus 6 equal to 0. So that will give us x common എടുത്താലേ x minus 2 minus 3 common എടുത്താലേ x minus 2 equal to 0. So that will give us x minus 2 എന്നും into x minus 3 is equal to 0. Therefore x equal to എന്താണ് 2,3. So critical points 2 ഉം 3 ഉം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്താണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ അറ്റ് 2 and 3 കണ്ടുപിടിക്കണം. ഓക്കെ, സോ ക്ലിയർലി എന്താണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ് 12x minus 30 ആണ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 2 എന്താണ് 12 into 2 minus 30 എന്ന് വരും, which is equal to the 24 minus 30, which is equal to minus 6, which is less than 0. ഇനി f dash double dash of 3 is equal to 12 into 3 minus 30. So that is equal to 36 minus 30 എന്ന് കിട്ടും, which is equal to 6, which is greater than 0. അപ്പോൾ എന്താണ് f of x has a local maximum at
x equal to 2 എന്ന് പറയാൻ പറ്റും. സോ മാക്സിമം വാല്യൂ അറ്റൈൻഡ് of the function is x at x equal to 2 ആണ്. x equal to 2 ലാണ് എന്താണ് f dash of x less than 0. So that's it. അവിടെ local maximum ആണ് ഉണ്ടാവുക. So we can say as local maximum at x equal to 2. Okay, so next question. Y is equal to 8x cube minus 16x square plus 144x plus 27 is strictly decreasing function in the interval. അപ്പം എന്താണ് strictly decreasing ആയ ഇന്റർവെൽ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. strictly decreasing ആകുമ്പോൾ എന്താണ് dy by dx ആണെങ്കിൽ ഇവിടുത്തെ dy by dx is less than 0 എന്നുള്ളതാണ്. സോ നമുക്കറിയാം y is equal to നമുക്ക് തന്നിരിക്കുന്നത് y is equal to 8x cube minus 60x square plus 144x plus 27 എന്നാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് y with respect to x കണ്ടുപിടിക്കാം. സോ എന്തായിരിക്കും 8 into 3x square 3x ക്യൂബിന്റെ 3x സ്ക്വയർ ആണ്. സോ 24x സ്ക്വയർ എന്ന് വരും മൈനസ് എന്താണ് 60x സ്ക്വയറിന്റെ 60 into 2x. സോ 120x plus 144xന്റെ 144 plus 0 എന്ന് വരും. സോ 24x സ്ക്വയർ മൈനസ് 120x plus 144 എന്നാണ് നമുക്ക് dy by dx കണ്ടുപിടിക്കാം. സോ for the function to be strictly decreasing function to be strictly decreasing എന്താണ് dy by dx is less than 0 ആണ്. സോ ഇവിടെ എന്താണ് 24x square minus 120x plus 144 less than 0 ആണ്. ലെസ് ദാൻ 0 ആണ് നിർബന്ധമാണ്. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആവുമ്പോൾ ലെസ് ദാൻ 0 ആയിരിക്കും. ഡിക്രീസിംഗ് മാത്രമാണെങ്കിൽ എന്താണ് ഇറ്റ് കൻ ബി ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്ക് 24 കോമൺ എടുത്തൂടെ? 24 എല്ലാത്തിനും കോമൺ ആണ്. സോ 24 കോമൺ എടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു 120 എന്ന് പറയുമ്പോൾ 5 ആണെങ്കിൽ അല്ലെ 120 ഡിവൈഡ് ബൈ 24 5 എന്ന് വരും. ദെൻ 144 6 ആയിരിക്കും. ലെസ് ദാൻ 0 എന്ന് വരും. സോ 24 അപ്പൊ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 5x plus 6. അപ്പം x square minus 5x plus 6 less than 0 എന്ന് വരും. So this is equal to നമുക്ക് എന്താണിത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ തന്നെയാണല്ലോ. അപ്പം x minus 2 into x minus 3 is less than 0 എന്ന് പറയാൻ പറ്റും. സോ അതിന്റെ ഇന്റർവെൽ എന്താ വരിക? ഇന്റർവെൽ വരിക 2,3 ആണ്. സോ therefore we can write x belongs to എന്താണ് 2,3. x 2 അല്ലെങ്കിൽ x 3 അപ്പൊ അതിന്റെ ഇടയിലുള്ള വാല്യൂസ് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഇ ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ ഇ ഈസ് കറക്റ്റ്. Okay, so now let's move on to the last question. If y is equal to m log x plus nx square plus x has its extreme values at x equal to 2 and x equal to 1, then 2m plus 10 എന്താണ് 10n എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്ക് തന്നിരിക്കുന്നത് y is equal to log x അല്ല m log x ആണല്ലേ. സോറി m log x plus nx square plus x എന്നാണ്. സോ m log x plus nx square plus x എന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഗിവ്സ് dy by dx എന്ന് പറയുന്നത് m log x എന്ന് പറഞ്ഞാൽ log x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by x ആണ്. സോ m by x എന്ന് വരും. പിന്നെ x സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. സോ 2nx plus x ന്റെ ഡെറിവേറ്റീവ് 1. സോ m by x plus 2nx plus 1 എന്ന് വരും. നമ്മൾ പറഞ്ഞു അവിടെ പറഞ്ഞതാണ് x equal to 2 x equal to 1 the function has extreme value. So അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോയിന്റിൽ dy by dx at x equal to 2 and dy by dx at x equal to 1 equal എന്താണ് 0 എന്നാണ്. ഓക്കെ, അപ്പോൾ it is given that at x equal to 2 and x equal to അല്ലെങ്കിൽ given that x comma x equal to 1 comma 2 are points of extreme. Okay, are points of extreme എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ആ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവിന്റെ വാല്യൂ 0 ആയിരിക്കുന്നതാണ്. സോ ദാറ്റ് ഗിവ്സ് d by dx of
at x equal to 1 is equal to 0, comma, എന്താണ് dy by dx at x equal to 2 is equal to 0. dy dx at x equal to 1 എന്ന് പറയുമ്പോൾ എന്താണ് at x equal to 1 നമ്മൾ എന്താണ് എല്ലായിടത്തും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് കിട്ടും? therefore dy by dx at x equal to 1 equal to 0 എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് x dy by dx ൽ x ന് 1 എടുക്കുക. സോ m by 1 plus 2n plus 1 എന്ന് വരും. സോ therefore m plus n plus 1 is equal to 0 എന്ന് വരും. സോറി m plus 2n plus 1 അല്ലേ. അതൊരു ഇക്വേഷൻ equal to 0 and dy by dx at x equal to 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? m by 2 plus എന്താണ് 2 into 4 എന്ന് വരും. സോ 8n plus 2 is equal to 0 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m by 2 അല്ല സോറി പ്ലസ് 1. ഇവിടെ 4n plus 1 is equal to 0 എന്ന് വരും. സോ ദാറ്റ് ഗിവ്സ് ഈ 2 എല്ലായിടത്തും എടുത്താൽ m plus 8n plus 2 divided by 2 is equal to 0 ആണ്. 2 നമ്മൾ അങ്ങോട്ട് കൊടുക്കും. സോ m plus 8n plus 2 is equal to 0 എന്ന് വരും. ഇനി നമുക്ക് എന്താ ഇത് ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. And let this be equation number 2. So adding equation 1 and 2 നമുക്ക് നോക്കാം. So adding equations 1 and 2 we get എന്ത് വരും? 2m plus m 2m 2n plus 8n 10n. So 2m plus 10n plus 1 plus 2 3. So that will give എന്താണ് 2m plus 10n is equal to minus 3 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. നമുക്ക് അതല്ലേ വേണ്ടത്. what is the value of 2m plus 10n എന്നാണ് ചോദിച്ചത്, which is എന്താണ് minus 3 എന്നാണ്. So option E is correct. Okay. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്ടോ application of derivatives, mathematics application of derivatives കീവിന്റെ previous year questions അല്ലെങ്കിൽ important previous year questions ആണ്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന എന്താണ്, നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് വരുന്നുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഫംഗ്ഷൻസ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ അതിന്റെ ഇന്റർവെല്ലിന്റെ ക്വസ്റ്റ്യൻസ് വരും. ദെൻ മാക്സിമ ആൻഡ് മിനിമ, പോയിന്റ് ഓഫ് ആബ്സല്യൂട്ട് മാക്സിമ, പോയിന്റ് ഓഫ് ആബ്സല്യൂട്ട് മിനിമ, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമ, ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി വെക്കുക. അതിന്റെ എന്താണ് ചെയ്യാനൊക്കെ ഈസിയാണ്. റേറ്റ് ഓഫ് ചേഞ്ചിലൊക്കെ ഏതാണ് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നത് എന്താണ് ഈ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കുക. പിന്നെ ഇൻക്രീസിംഗും ഡിക്രീസിംഗ് ഒക്കെ ആകുമ്പോൾ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. അതേപോലെ തന്നെ ലോക്കൽ മാക്സിമം ആയാലും ലോക്കൽ മാക്സിമം ആയാലും മിനിമം ആയാലും എക്സ്ട്രീം വാല്യൂസ് ആണെങ്കിലും ഓക്കെ. സോ അങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഇനി വേറെ ഒരു ചാപ്റ്റർ ആയിട്ട് വരുന്നതായിരിക്കും. Until then, this is me, Fahim Ahmed, signing off from Practice Lectures. Thank you.